പ്രിയപ്പെട്ടവരെ, ഇന്ന് 2025 ഡിസംബർ 31, ഈ വർഷത്തിലെ അവസാനത്തെ വേർഡ് ഓഫ് ഗോഡ് ആണ്. ഇന്ന് കർത്താവ് നമുക്ക് തരുന്നത് ഒരു അത്ഭുത വചനമാണ് കേട്ടോ. അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുക. മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവരിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. 2026 വർഷത്തിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനുള്ള താക്കോൽ ഈ വർഷത്തിൻ്റെ അവസാനം ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് സ്വർഗം തരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുക. അത്ഭുത വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വചനം ഇതാണ്: എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ നിശ്ചയം അവിടെ നിന്ന് നിറവേറ്റും. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 138 തിരുവചനമാണ് ഇത്. ഈ വചനത്തിൽ പറയുകയാണ്, എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. നമ്മളെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ തീരുമാനങ്ങളുണ്ടല്ലേ. ഇന്നത് പഠിക്കണം, ഇന്ന ആളാവണം, ഇന്നത് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫ് ഒരു കാൽക്കുലേഷനിൽ പോയിക്കൊണ്ടിരിക്കുക അല്ലേ. ചിലപ്പോഴൊക്കെ പറയും, കണക്കൂട്ടലുകളൊന്നും ശരിയാകുന്നില്ലല്ലോ. കാരണം കഴിഞ്ഞ 2025 വർഷത്തിൽ ഒത്തിരി നമ്മൾ കണക്ക് കൂട്ടിയതല്ലേ. എന്നിട്ട് എവിടെയെങ്കിലും എത്തിയോ? ഒരുപാട് കൂട്ടി ഒരുപാട് കുറച്ച് ഈക്വൽ ചെയ്തപ്പോൾ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ശരിയാണോ ഞാൻ പറയുന്നത്? അങ്ങനെ 2025 വർഷത്തിൽ നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പലതും തുടങ്ങിയിട്ടുണ്ടാകാം, അതെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടാകാം. ജീവിതത്തിൽ വിജയിക്കേണ്ട സാഹചര്യത്തിൽ പോലും നമ്മൾ തോറ്റുപോയിട്ടുണ്ടാകാം. കടബാധ്യത കൂടിയൊരു വർഷമായിരിക്കാം 2025. സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം, രോഗിയായിട്ടുണ്ടാകാം. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ 2026 നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നേടിയെടുക്കാനും, നിങ്ങൾക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് നിങ്ങൾ കരുതിയത് തിരിച്ചു ലഭിക്കാനും, നിങ്ങൾ ഒരിക്കലും എത്തിപ്പെടില്ല എന്ന് കരുതിയ സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിപ്പെടാനും, നിങ്ങൾക്കൊരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചെയ്യാനും ദൈവം ശക്തി തരുന്നൊരു വർഷമാണ് 2026. നിങ്ങൾ വിശ്വസിച്ചോ? വിശ്വസിച്ചത് സംഭവിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവരൊന്ന് ആമേനെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഈ വചനത്തിൽ പറയുകയാണ്, എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. ഡെഫിനറ്റ്ലി കർത്താവ് ഇത് ചെയ്തിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിച്ചോ? 2026 നിങ്ങൾ തകർന്നു പോകേണ്ട വർഷമല്ല, അനുഗ്രഹിക്കപ്പെടേണ്ട വർഷമാണ്. കർത്താവ് പലതും നിങ്ങളുടെ ലൈഫിൽ കരുതി വെച്ചിരിക്കുന്നൊരു വർഷമാണ് 2026. അതാണ് വചനം പറയുന്നത്, എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 138 വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.